പിന്നെ കാഴ്ച ഒരു ദുഷ്ടന്മാരെ കൊന്നാല് ഇത്രയും ദേഷ്യം ആ കാര്യം തീർന്നില്ല. മഹാദേവൻ റോഡിൽ കിടക്കും, ഇതൊന്നും അറിയുന്നില്ല. പിന്നെ എന്തോത്തിനാ ഭർത്താവിനെ ചവിട്ടിയ നെഞ്ചില് ചവിട്ടിയ. അയ്യോ, അത് ശരിയാണല്ലോ, ന്യായമായ ഒരു ചോദ്യമാണല്ലോ. പക്ഷെ ഇതിന്റെ മറുപടി അമ്പിളിയമ്മയ്ക്ക് അറിഞ്ഞുകൂടല്ലോ. പക്ഷെ ആർക്കെങ്കിലും അറിയാവോ? അസുരനെ കൊന്നിട്ടും കാളിയുടെ ദേഷ്യം മാറിയില്ല, അതാണോ ചോദ്യം? എന്ത്? ഭൂമി മുഴുവൻ നശിച്ചു. ഇത്രയും ദേഷ്യപ്പെട്ട ഇല്ലയോ? അത് അസുരനെ കൊന്നു കഴിയുമ്പോ ദേഷ്യം മാറണമായിരുന്നല്ലയോ? ശരിയാ. എന്നിട്ട് പിന്നെയും ദേഷ്യം വന്ന് മഹാദേവനെ ചവിട്ടി. അമ്മച്ചി പറഞ്ഞു തന്നായിരുന്നല്ലോ കഥയൊക്കെ. എന്നിട്ടും എന്തിനാണ് ദേഷ്യം മാറാതെ നിന്നേ? കാളിയായിട്ട് വന്നേന്റെ ഉദ്ദേശം കഴിഞ്ഞല്ലോ, പൂർത്തീകരിച്ചല്ലോ. അതാണോ മോന്റെ ചോദ്യം? ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ രാത്രി 12 മണിയിലത്തെ ചോദ്യം. രാത്രി 12 മണി. ആഹാ, ഉറക്കമില്ല, ഉറങ്ങാതെ ഇവിടെ കിടന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇന്നിപ്പോ രാത്രിയിൽ എങ്ങനെയാ? അത് ദേവിയമ്മയ്ക്ക് ഉഗ്രരൂപമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ദേവിയമ്മയുടെ ഉഗ്രരൂപം. എന്തോ ഒന്നും അറിയാതെ അപ്പുചേട്ടൻ ഉറങ്ങുന്ന കണ്ടോ? അപ്പുചേട്ടൻ നല്ല ഉറക്കം കണ്ടോ? കാളിയമ്മയെന്ന് പറഞ്ഞാൽ തന്നെ ഉഗ്രരൂപിണിയാണ്, ഭയങ്കര ദേഷ്യ രൂപമാണ്. അപ്പൊ ആ ദേഷ്യം ശമിക്കണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും, ഇച്ചിരി പ്രയാസമാ. മനസ്സിലായോ? അത്രയും ഭീകരന്മാരായ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയല്ലയോ കാളിയായിട്ട് വന്നത്. അപ്പൊ ആ യുദ്ധത്തിനിടയ്ക്ക് അങ്ങ് ദേഷ്യം അങ്ങ് കൂടി, ആ ദുഷ്ടന്മാരുടെ പ്രവർത്തികൾ കാരണം, അസുരന്മാരുടെ. അപ്പൊ ആ ദേഷ്യം ശമിക്കുന്നില്ല, അടങ്ങുന്നില്ല. എല്ലാവരും ആരോടാ കാളിയോട് ദേഷ്യം മാറാൻ ചോദിച്ചു? മഹാദേവനോട് പോയി പറഞ്ഞു, അയ്യോ മഹാദേവ, ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഈ ഭൂലോകം മൊത്തം കലി കൊണ്ട്, ഭദ്രകാളിയമ്മയുടെ കലി കൊണ്ട് എല്ലാം നശിച്ചു പോവേ, രക്ഷിക്കണേ, എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണേ എന്ന് പറഞ്ഞ്. ഇനി ബാക്കി സംശയം നാളെ തീർത്താ മതിയോ? മഹാദേവന് എന്തോ തന്നെ റോഡ് കിടന്ന് ആരെങ്കിലും വന്ന് ചവിട്ടത്തില്ല, അതിന്റെ ആൻസർ വേണം.